ഹായ് ഹലോ ഗൈസ്, ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു അമ്പലത്തിൽ പോവാണ്. തുറയിൽ ഭഗവതി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ഹരഹര മഹാദേവ ക്ഷേത്രത്തിലും. ഞാനും എൻ്റെ അനിയത്തിയും ഞങ്ങളെ മക്കളും അമ്മയും കൂടെയാണ് പോകുന്നത്. ഇവിടെ അടുത്തായിട്ടാണ്, ഞങ്ങളുടെ വീടിൻ്റെ ഇവിടെ അടുത്തായിട്ടാണ് നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ചന്ദ്രേട്ടൻ്റെ ചായക്കടയിലുള്ള പോകുന്ന പാർക്കിംഗ് ഏരിയ ആണിത്. അവിടെ പോകാൻ ഞങ്ങൾക്ക് ടൈം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് പോയില്ല. ഇതാണ് നമ്മുടെ തുറയിൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് പോകുന്ന വഴിയാണ്. ഏക്കർ കണക്കിന് കോട്ടയാണ്, അവിടേക്കൊന്നും പോകാൻ നമുക്കിപ്പം കഴിയില്ല. ഇവിടെ ഏറ്റവും വലിയ ഉത്സവം കേട്ടോ, വലിയ വിളക്ക് ഉത്സവം. അപ്പോൾ ഇവിടെയൊക്കെ ദീപം തെളിയിക്കും. ഞങ്ങൾക്ക് പേടിയുണ്ട്, കുരങ്ങന്മാരെ അത്രയും ഉണ്ട് കുരങ്ങന്മാർ, അതുകൊണ്ട് ഇവർക്കൊക്കെ പേടിയുണ്ട്. അതാ കണ്ടില്ലേ, പള്ളീൻ്റെ മുകളിലൊക്കെ ഉണ്ട്. അതാ ആ കാണുന്നതാണ് കേട്ടോ കോട്ടയിലേക്കുള്ള വഴി കേട്ടോ, ഒരു വഴി കേട്ടോ. അതിലൂടെ അമ്പലത്തിൻ്റെ എടുത്തുള്ള വഴിയാണത്. ആദ്യമൊക്കെ ചെറുപ്പത്തിലൊക്കെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോകാനുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അങ്ങനെ പോകാറില്ല. പിന്നെ അത് ഹനുമാൻ പ്രതിഷ്ഠയാണ് അവിടെ. മരുത്വാമല അവിടെ ഒരു ഭാഗം അവിടെ വീണ് അവിടെ പ്രതിഷ്ഠയാണെന്നാണ് ഐതിഹ്യം. ഞങ്ങൾ വഴിപാട് കഴിപ്പിക്കാറുണ്ടായിരുന്നു. അതാണ് വഴിപാട് കേന്ദ്രത്തിലാണ് ഉള്ളത്. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഇവിടെ പോണ അലോഡല്ല. അമ്പലത്തിൽ നിന്ന് പൂജിച്ച മലരാണ്, അത് കഴിക്കാൻ കിട്ടി. എന്ത് ഭംഗിയല്ലേ കാണാൻ, അടിപൊളിയാണ്. ഇവിടെ വ്യൂ പോസിറ്റീവ് വൈബാണ് കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതാട്ടോ ബാലന്മാർക്ക് ഭക്ഷണം അർപ്പിക്കുന്ന സ്ഥലം, അവിടെ കൊണ്ടുവെക്കുകയാണ് ചെയ്യാറ്. ഇതാ കണ്ടില്ലേ, നീല ഇവരാണ്. നമ്മൾ പേടിച്ചുകൊണ്ടാണ് ഓടുകയാണ്, പേടിച്ചു ഓടുകയാണ് മക്കള്. നമുക്ക് ഇവിടുന്ന് ഞങ്ങൾ തൊഴുത് പ്രസാദം വാങ്ങി ഇവിടുന്ന് പോവുകയാണ്. അടിപൊളി വ്യൂ അല്ലേ. അടുത്ത അമ്പലത്തിലേക്ക് ഹരഹര മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ്. സെൽഫിയൊക്കെ എടുത്തു പോവുകയാണ്. ചുറ്റും കണ്ടില്ലേ, ഇത് വലിയ വിളക്കിനാണ് കേട്ടോ, ഇവിടെയൊക്കെ ദീപം തെളിയിക്കും. അറ്റത്താട്ടോ ആൽമര പ്രദക്ഷിണം വെക്കേണ്ടതുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഞങ്ങളവിടെ ആൽമരത്തിൻ്റെ അവിടെ എടുത്തില്ല, എന്താ വെച്ചാൽ ഒരു വിവാഹ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് ഞങ്ങൾ വേഗം ഹരഹര മഹാദേവ ക്ഷേത്രത്തിലേക്ക് നടക്കാൻ ഒരുങ്ങി. അവിടുന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ, തുറയിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് കുറച്ചേ ഉള്ളൂ ഹരഹര മഹാദേവ ക്ഷേത്രത്തിലേക്ക്. പൂനൂർപ്പുഴയാണ് കേട്ടോ ഇത്, നമ്മുടെ നാട്ടിലെ പുഴ. ഹരഹര മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഇടവഴിയാണ്. 2 വഴിയുണ്ട്, ഇതിലൂടെയും പോവാം. ഇവിടെ നിറയെ മഞ്ചാടിമരാണ്. മഞ്ഞും തുമ്പി മഞ്ചാടി പൊറുക്കുന്ന തിരക്കിലാണ്. അവിടെ കൃഷ്ണൻ്റെ പ്രതിഷ്ഠയുണ്ട്, അവിടെ നമുക്ക് അർപ്പിക്കാവുന്നതാണ്. അതിനു വേണ്ടി വെക്കുകയാണ്. ഇതാ ഇവിടെ എത്താനായി. കാര്യന്തൂരിലെ പ്രധാന ക്ഷേത്രമാണ് കേട്ടോ, ശ്രീ ഹരഹര മഹാദേവ ക്ഷേത്രം. കുറേ ആയി വന്നിട്ട്, ഒരുപാട് മാറ്റം വന്ന പോലെ തോന്നുക ഇവിടെയൊക്കെ. നമ്മുടെ ശംഭുവിൻ്റെ ആലയാട്ടോ, നമ്മുടെ ശംഭുക്കുട്ടനാണിത്. ഒരു കൂറ്റൻ കാളക്കുട്ടൻ. ഇവിടെ അയ്യപ്പൻ്റെ പ്രതിഷ്ഠയും അവിടെ കൃഷ്ണൻ്റെ പ്രതിഷ്ഠയായിരുന്നതാണ്. പുഴയിലേക്ക് നന്നായിട്ട് നല്ല വ്യൂ ആണ് പുഴയിലേക്ക് കേട്ടോ, കണ്ടില്ലേ. തുമ്പിക്കും മഞ്ഞിനും
പുഴയിലേക്ക് ഇറങ്ങാനായിട്ട് കാലൊന്ന് കഴുകാനായിട്ട് ഭയങ്കര കളി കേട്ടോ. അവിടേക്ക് ഇറങ്ങാന്ന് പറയുക ഇങ്ങനെ. ഇവിടെ വരെയുള്ളൂ കേട്ടോ, ഫോൺ അലോഡായിട്ടുള്ളൂ, ഉള്ളോട്ടില്ല. പിന്നെ ഞങ്ങൾ തൊഴുത് ഭക്ഷണം അന്ന് അവിടുത്തെ പ്രഭാത ഭക്ഷണം ഉണ്ടായിരുന്നു. പ്രഭാത ഭക്ഷണം അടിപൊളി ഉപ്പുമാവായിരുന്നു, അത് കഴിച്ചു. കൈ കഴുകുന്ന സ്ഥലത്താണ്. ഇവിടെ എല്ലാ ഞായറാഴ്ചകളിലും കുട്ടികളെ വലിയവരെയും പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഡാൻസ് ക്ലാസ്സും പാട്ട് ക്ലാസ്സും ഉണ്ട്. ഇതാണ് നാഗത്താൻകോട്ട. ഞങ്ങൾ അവിടുന്ന് പോവുകയാണ്. വാഹനപൂജയ്ക്ക് വന്നതാണ്. അങ്ങനെ പോരുന്ന വഴിയാണ് മഞ്ഞിനും തുമ്പിക്കും പുഴയിൽ ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു. ഒന്ന് കാല് നനയ്ക്കാൻ വേണ്ടിയിട്ട് പുഴയിലേക്ക് പോകുന്ന ഇതാണ്. ഭയങ്കര വഴുക്കലുണ്ട് ഇവിടെയൊക്കെ. നന്നായി ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ഇറങ്ങണം. ഇന്നും അതിരാവിലെ ബലിതർപ്പണം ഉണ്ടാവാറുണ്ട്. അതിൻ്റെ അരിയും കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റെപ്പിൻ്റെ മുകളിലൊക്കെ കാണാം. ഇവിടെയൊക്കെ ആഴം കൂടിയ സ്ഥലമാണെന്ന് തോന്നുന്നു. കയറൊക്കെ കെട്ടിയിട്ടുണ്ട്. ആഴം കൂടിയ സ്ഥലമാണ് അവിടെയൊക്കെ. ബലി തർപ്പിക്കുന്നവർക്ക് കയറ് പിടിച്ച് ഇറങ്ങാനാണെന്ന് തോന്നുന്നു. ശംഭുകുട്ടനെ കണ്ടില്ലേ? ഹരഹര മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. അതിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. എന്ന വഴി കൂടെയല്ല, വേറൊരു വഴിയുണ്ട് വീട്ടിലെത്താൻ. അതിലൂടെയാണ് പോകുന്നത്. പോകുന്ന വഴിയിലാണ് പൂമുറ്റത്തില്ലെന്ന് പറയുന്ന റിസോർട്ടുള്ളത്. അതാ അവിടെ തന്നെ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.